ഞാനിവിടെ തയ്യാറാക്കുന്നത് സ്ക്വയർ കേക്കിലുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ സിമ്പിളായൊരു ഡിസൈനാണ്. അപ്പോൾ ഇവിടെ കേക്ക് ബാറ്ററൊക്കെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ബീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയി ഒന്ന് കാണാം. ഞാനിവിടെ ഐക്കാർഡിലും കൊടുക്കാം. കേക്ക് ബാറ്റർ നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം സ്ക്വയർ ടൈപ്പിലുള്ള 8 ഇഞ്ച് മോൾഡിലാണ് ഇത് ഒഴിച്ചത്. അപ്പോൾ ഇത് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഓവനിലേക്ക് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്രോസ്റ്റിംഗ് ഒന്നും കാണിക്കണില്ല. ക്രം കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മുകളിൽ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രോസ്റ്റിങ്ങിൻ്റെ വീഡിയോ അതുപോലെ തന്നെ ഞാൻ മുന്നേ ഒരുപാട് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ട്, അതും ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. സ്ക്വയർ ടൈപ്പ് കേക്ക് ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് ടൈം എടുത്ത് ചെയ്യേണ്ട വർക്കാണ്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാർഡ് എടുത്തിട്ടാണ് കേക്ക് ഫിനിഷ് ചെയ്യുന്നത്. അപ്പം ആ എഡ്ജൊക്കെ വളരെ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് വെച്ചിട്ട് കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഫുള്ളായി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഓയിൽ ബ്രഷ് എടുത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഒരു സ്റ്റാർ നോസിലെടുത്ത് സൈഡൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക. ഒരു 2 ഡ്രോപ്സ് ബ്ലൂ കളർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു പൈപ്പിംഗ് ബാഗിലാക്കി പെറ്റൽ നോസ് വെച്ച് നമുക്കൊരു റോസ് ഫ്ലവർ വരച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്കൊക്കെ ഫിനിഷായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.